Okay, dear ones, ഇന്ന് നമ്മൾ അടുത്ത പോർഷനിലേക്ക് മൂവ് ചെയ്യുന്നു. ഫിനാൻസിങ് ഡിസിഷൻ. വി ഹാവ് സീൻ 4 decisional areas of financial management. What are the decisional areas? Financing decision, investment decision, dividend decision, and liquidity decision. So, financing decision refers to decision regarding funding of business enterprise. എങ്ങനെയാണ് നമ്മൾ ബിസിനസ് എൻ്റർപ്രൈസിന് വേണ്ട ഫണ്ട് റേസ് ചെയ്യുന്നത്, ഫണ്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, എങ്ങനെ, വാട്ട് ആർ ദ ഫണ്ടിങ്. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് ഐഡൻറ്റിഫൈയിങ് ദ വേരിയസ് സോഴ്സസ് ഓഫ് ഫിനാൻസ്, ഇവാലുവേറ്റിംഗ് ദ സോഴ്സസ്, സെലക്ടിങ് ദ സോഴ്സസ് ആൻഡ് ഡിസൈഡിങ് ദി എമൗണ്ട് ഓഫ് ഫണ്ട്സ് ടു ബി മൊബിലൈസ്ഡ്. ഉണ്ടോ? ഒന്ന്, ഐഡൻറ്റിഫൈങ് വാട്ട് ആർ ദി സോഴ്സസ് ഓഫ് ഫണ്ട്സ് അവൈലബിൾ, ഏതൊക്കെയാണ് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാനുള്ള സോഴ്സസ് ഓഫ് ഫണ്ട്സ്. Then evaluating the sources of funds, selecting the sources and deciding the amount of funds to be mobilized from each source. In short, financing decisions are concerned with deciding capital structure and raising funds. Okay. Financing decisions are concerned with deciding capital structure and then raising the funds. ഇനി എന്താണ് capital structure? Capital structure refers to the combination of debt and equity used by a company to finance its activities. കമ്പനിയുടെ ആക്ടിവിറ്റീസ് ഫിനാൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓൺഡ് ഫണ്ട്, ബോറോഡ് ഫണ്ട്. ഡെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ലയബിലിറ്റി, ലോങ് ഡേ ലയബിലിറ്റി, ബോറോഡ് ഫണ്ട്. ഈക്വിറ്റി എന്ന് പറഞ്ഞാൽ ഓൺഡ് ഫണ്ട്. സോ ദ കോമ്പിനേഷൻ ഓഫ് ഓൺഡ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്, ഇതിനാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഡെറ്റ് കൺസിസ്റ്റ് ഓഫ് ലോങ് ടൈം ബോറോയിങ്സ്. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഡെറ്റ് ക്യാപിറ്റൽ മീൻസ് ലോങ് ടൈം ഫണ്ട്സ്, ലോങ് ടൈം ലയബിലിറ്റീസ് ഓർ ലോങ് ടൈം ബോറോയിങ്സ്. ദെൻ ഈക്വിറ്റി കൺസിസ്റ്റ് ഓഫ് ലോങ് ടൈം ഫണ്ട് പ്രൊവൈഡഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ഓർ ഓണേഴ്സ്. ഓണേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടാണ് ഓൺഡ് ഫണ്ട്. ക്രെഡിറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടാണ് ബോറോഡ് ഫണ്ട്. ഇവ തമ്മിലുള്ള പ്രൊപ്പോർഷനാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അക്കോർഡിംഗ് ടു R.H. Wessel, the term capital structure is frequently used to indicate the long-term sources of funds employed in the business. So, വീലിൻ്റെ ഡെഫിനിഷൻ, വീലിൻ്റെ അഭിപ്രായം പ്രകാരം അയാൾ പറയുന്നു, ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട്സ് എംപ്ലോയിഡ് ഇൻ എ ബിസിനസ്. ഓക്കെ, ഇനി വൺ മോർ ഡെഫിനിഷൻ. ഓൾറെഡി ഞാൻ പറഞ്ഞു, ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് എ മിക്സ് ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി വിച്ച് കമ്പനി യൂസസ് ടു ഫിനാൻസ് ഇറ്റ്സ് ലോങ് ടൈം ഓപ്പറേഷൻ. അക്കോർഡിംഗ് ടു ജസ്റ്റൻബർഗ്, capital structure refers to the kind of securities that make up capitalization. ക്യാപിറ്റലൈസേഷൻ എങ്ങനെയാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ മേഡപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ക്യാപിറ്റലൈസേഷൻ മേക്കപ്പ് ചെയ്യുന്നത്. അതിനാണ് എന്തെന്ന് വിളിക്കുക, ക്യാപിറ്റൽ സ്ട്രക്ചർ. സോ ക്യാപിറ്റൽ സ്ട്രക്ചർ റെഫേഴ്സ് ടു ദ കോമ്പിനേഷൻ ഓഫ് ഡെറ്റ് ആൻഡ് ഈക്വിറ്റി used for financing the long term activities. Listen. Next, what is the importance of capital structure? What are the importance of capital structure? Capital structure increases the value of the firm. നിങ്ങൾ അടുത്ത മൊഡ്യൂളിൽ പഠിക്കും വാല്യൂ. ദാറ്റ് ഈസ് വെൻ എ ഫേം യൂസസ് ഓൺഡ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്, നമ്മുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും. WACC നമ്മൾ പഠിച്ചു, WACC കുറയും. WACC കുറയുമ്പോൾ വാല്യൂ ഓഫ് ദ ഫേം കൂടും. വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമ്മൾ അടുത്ത മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്ര മനസ്സിലാക്കുക. ക്യാപിറ്റൽ സ്ട്രക്ചർ, സൗണ്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ ഇൻക്രീസസ് ദ വാല്യൂ ഓഫ് ദ ഫേം. ദെൻ optimum utilization of available funds. We know that capital structure plans what are the funds to be raised, which is the most suitable source of funds to be used, and how the value of the firm can be maximized, and what is the amount of funds. എത്ര ഫണ്ട് വേണം, ആവശ്യത്തിന് ഫണ്ട് മാത്രമേ റേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. So optimum utilization of funds are made possible with the help of capital structure. Next,
maximization of the return. With the help of planning the optimum capital structure, ആരുടെ റിട്ടേൺ കൂട്ടണം? റിട്ടേൺ ഓഫ് ദ ഫേം ആൻഡ് റിട്ടേൺ ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. മാക്സിമം റിട്ടേൺ ടു ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ദെൻ മിനിമൈസേഷൻ ഓഫ് WSCC നമ്മൾ പഠിച്ചു. WSCC ഈസ് ടു ബി മിനിമൈസ്ഡ്. ദെൻ റെഡ്യൂസിങ് ദ ഫിനാൻഷ്യൽ റിസ്ക്. ഫിനാൻഷ്യൽ റിസ്ക് കുറയ്ക്കണം. നമ്മൾ പഠിച്ചു എന്താണ് ഫിനാൻഷ്യൽ റിസ്ക്. കൂടുതൽ ബോറോഡ് ഫണ്ട് ഉപയോഗിച്ചാൽ ഫിനാൻഷ്യൽ റിസ്ക് കൂടും. അതുകൊണ്ട് പറഞ്ഞു ദർ ഷുഡ് ബി എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഓൺഡ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്. ദെൻ കീപ്പ് സോൾവൻസി. എന്താ നമ്മൾ പഠിച്ചു? സോൾവൻസി ഓർ ലിക്വിഡിറ്റി. ഇവിടെ സോൾവൻസി ആണ് കറക്റ്റ്. സോൾവൻസി മീൻസ് എ ഫേം ഷുഡ് ബി ഏബിൾ ടു മീറ്റ് ദ ലോങ് ടൈം ലയബിലിറ്റീസ്. ദ എബിലിറ്റി ടു മീറ്റ് ലോങ് ടൈം ലയബിലിറ്റീസ് എങ്കിൽ മാത്രമേ ആ ഫോമിൽ സോൾവെൻ്റ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് പറഞ്ഞു ഡ്യൂ ടു ദീസ് റീസൺസ് വാട്ട് ആർ ഇമ്പോർട്ടൻറ്റ്? ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ഇമ്പോർട്ടൻറ്റ്. Okay, next let us see what are the differences between capitalization and capital structure. നമ്മൾ കണ്ടു how the capitalization is made up. അതിനാണ് capital structure. Capital structure is a quantitative concept. ഇനി എന്താ capital structure? Capitalization. Capitalization is the sum total of long term funds. Long term fundsനാണ് എത്രയാണ് long term funds? അതിനാണ് നമ്മൾ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുക. ഓക്കെ, സോ ഇത് ക്വാണ്ടിറ്റേറ്റീവ് കോൺസെപ്റ്റാണ്. വൈൽ ആ ക്യാപിറ്റലൈസേഷൻ എങ്ങനെയാണ് ഉണ്ടായത്? സപ്പോസ് നമുക്ക് ക്യാപിറ്റലൈസേഷൻ 20 lakh എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ 20 lakh ലോങ് ടൈം ഫണ്ട്സ് വേണം. ഈ 20 lakh എങ്ങനെയാണ് റേസ് ചെയ്തിരിക്കുന്നത്? 20 lakh how these 20 lakhs are raised? Suppose equity capital 5 lakh, preference capital 2.5 lakh, then debenture 2.5 lakh, then retained earnings 5 lakh. 5 lakh equity capital, 5 lakh retained earnings, 2.5 lakh preference capital, 2.5 lakh ഡിബഞ്ചർ ഉണ്ടോ? ഇതിനാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇത് ക്വാളിറ്റേറ്റീവ് കോൺസെപ്റ്റാണ്. ഓക്കെ. 2, ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് എ ക്യാപിറ്റലൈസേഷൻ ഈസ് എ നാരോ കോൺസെപ്റ്റ്. ഇറ്റ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റേസ്ഡ് ത്രൂ ലോങ് ടൈം സെക്യൂരിറ്റീസ്. സോ ക്യാപിറ്റലൈസേഷൻ ഈസ് എ നാരോ concept. It consists of the total amount of long term funds raised to preference share, equity share, debenture, bond, loans and retained earnings. ഇതിനെല്ലാം കൂടി ഇതിൻ്റെ ടോട്ടലിനാണ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. വൈൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് എ ബ്രോഡ് കോൺസെപ്റ്റ്. നാരോ അല്ല, ബ്രോഡാണ്. Capital structure is a broad concept. It includes how the capitalization is made up. So how the capitalization is made up and what is the proportion between. It includes equity shares, preference shares, retained earnings, long term debt and all the source and what is the proportion between different sources of funds. 3rd one, it is in a broad sense, it refers to the determination of the total needs of capital structure. In broad sense പറഞ്ഞാൽ നമ്മൾ എന്താ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ it refers to the determination of the total needs of capital structure. ടോട്ടൽ നീഡ്സ്, ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ടോട്ടൽ നീഡ്സ് എത്രയാണ് അത് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ്. ബട്ട് ഇൻ എ ബ്രോഡ് വേ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ക്യാപിറ്റലൈസേഷൻ. ഇറ്റ് ഡിറ്റർമൈൻസ് ദ റേഷ്യോ ഇൻ വിച്ച് ദ ടോട്ടൽ ക്യാപിറ്റൽ ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ഡിഫറെൻറ്റ് സോഴ്സസ് ഓർ ഇറ്റ് ഡിറ്റർമൈൻസ് ദ പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ലോങ് ടൈം ഫണ്ട്സ്, ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ലോങ് ടൈം സെക്യൂരിറ്റീസ്. അതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓക്കെ. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് ഓവർ ക്യാപിറ്റലൈസേഷൻ ആൻഡ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ. നിങ്ങളിതൊക്കെ പഠിച്ചതാണെന്ന് തോന്നുന്നു അല്ലേ?
ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച് ഓവർ ക്യാപിറ്റലൈസേഷൻ. ക്യാപിറ്റലൈസേഷൻ ക്യാൻ ബി ഓവർ ഓർ അണ്ടർ, ബട്ട് ഇറ്റ് മേ ബി ക്യാപിറ്റൽ സ്ട്രക്ചർ ഹൈ ഗിയർ ആകാം, ലോ ഗിയർ ആകാം. എന്താ ഓവർ ക്യാപിറ്റലൈസേഷൻ ആൻഡ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ? ഓവർ ക്യാപിറ്റലൈസേഷൻ മീൻസ് സപ്പോസ് നമ്മളുടെ റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ പ്രതീക്ഷിച്ചത് 10%. സപ്പോസ് നമുക്ക് വേണ്ട പ്രോഫിറ്റ് 1 lakh. അപ്പം 1 lakh പ്രോഫിറ്റ് കിട്ടണം, 10% ആണ് നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ നമ്മൾ എത്ര രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം? 1,00,000 രൂപ 10% ആണെങ്കിൽ 100% എത്രയായിരിക്കും? 10 lakh അല്ലേ? 1 lakh ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് കിട്ടും 10 lakh രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് 1,00,000 രൂപ 10% കിട്ടും. സപ്പോസ് നമുക്ക് കിട്ടിയ റിട്ടേൺ ഇവിടെ 1 lakh എന്ന് പറഞ്ഞു. സപ്പോസ് നമ്മുടെ റിട്ടേൺ കിട്ടിയത് 50,000 രൂപയേ ഉള്ളൂ. നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് 50,000 രൂപ. അപ്പോൾ നമുക്ക് റിട്ടേൺ എത്ര കിട്ടി? എത്ര ശതമാനം കിട്ടി? 50,000 ഡിവൈഡ് ബൈ 10 lakh ഇൻറ്റു 100. അപ്പോൾ നമുക്കറിയാം നമുക്ക് കിട്ടിയ റിട്ടേൺ വെറും 5% ഉള്ളൂ. ഉണ്ടോ? നമുക്ക് കിട്ടിയ റിട്ടേൺ 5%. നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് 50,000. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ എത്ര തന്നെയുണ്ട്? 10 lakh തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുക, നമുക്ക് കിട്ടിയ റിട്ടേൺ 5%. അതേ സിമിലർ ഫോമിന് കിട്ടിയ റിട്ടേൺ അവർക്ക് സപ്പോസ് 10%, നമ്മൾ 10% കിട്ടുന്നുണ്ട്. ഇതിനാണ് പറയുക ഓവർ ക്യാപിറ്റലൈസേഷൻ. അപ്പം നമ്മൾ പ്രോഫിറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് വളരെ കുറവും, അതുകൊണ്ട് റേറ്റ് ഓഫ് റിട്ടേൺ കുറഞ്ഞു, ക്യാപിറ്റൽ കൂടുതലുമാണ്. ഇതിനാണ് ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ നമ്മൾ എഫിഷ്യൻ്റായിട്ട് ഉപയോഗിച്ചില്ല. 10,00,000 രൂപ നമുക്ക് ആവശ്യമില്ലായിരുന്നു. ശരിക്കും നമുക്ക് 10% ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 5,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ 5,00,000ത്തിൻ്റെ 10% എത്ര കിട്ടുമായിരുന്നു? 50,000 കിട്ടുമായിരുന്നു. ഉണ്ടോ? ഇതിനാണ് ഓവർ ക്യാപിറ്റലൈസേഷൻ. ഓവർ ക്യാപിറ്റലൈസേഷൻ മീൻസ് ദാറ്റ് വെൻ കമ്പയർഡ് വിത്ത് ക്യാപിറ്റൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ലോവർ. ഓക്കെ, ഇനി അണ്ടർ ക്യാപിറ്റലൈസേഷൻ എത്രയാ? അണ്ടർ ക്യാപിറ്റൽ ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. സപ്പോസ് ഞാൻ 10% റിട്ടേൺ പ്രതീക്ഷിച്ചു. അപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു 10,00,000 രൂപ. നമുക്ക് പ്രോഫിറ്റ് എത്രയായിരുന്നു വേണ്ടത്? 1,00,000. പക്ഷെ നമുക്ക് 2,00,000 രൂപ ലാഭം കിട്ടി. നമുക്ക് എത്ര ലക്ഷം രൂപ ലാഭം കിട്ടി? 2,00,000. അപ്പം 10 എന്നുള്ളത് എത്രയായി? നമ്മുടെ റിട്ടേൺ 20% കൂടി. ഉണ്ടോ? അപ്പം നമുക്ക് ക്യാപിറ്റലിനെ അപേക്ഷിച്ച് നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതലോ കുറവോ? കൂടുതലാണ്. ഇതിനാണ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയാം. പ്രോഫിറ്റ് വെച്ച് നോക്കുമ്പോൾ, റേറ്റ് ഓഫ് റിട്ടേൺ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇതിനാണ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ. അണ്ടർ ക്യാപിറ്റലൈസേഷൻ ഈസ് എ സൈൻ ഓഫ് എഫിഷ്യൻസി. എഫിഷ്യൻ്റ് അല്ലേ? നമ്മൾ 1,00,000 പ്ലാൻ ചെയ്ത് 2,00,000 കിട്ടി. നമ്മൾ നല്ല എഫിഷ്യൻ്റ്ലിയാണ് നമ്മുടെ ബിസിനസ് നടത്തിയത്. അതാണ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ ഈസ് എ സൈൻ ഓഫ് എഫിഷ്യൻസി. ഈ ഓവർ ക്യാപിറ്റലൈസേഷനോ നമ്മൾ 1,00,000 രൂപ പ്ലാൻ ചെയ്തു, പക്ഷെ നമുക്ക് കിട്ടിയത് 50,000 രൂപയെ കിട്ടിയിട്ടുള്ളൂ. ഉണ്ടോ? 1,00,000 രൂപ ലാഭം പ്ലാൻ ചെയ്തു, പക്ഷെ നമുക്ക് കിട്ടിയത് 50,000 രൂപ. അപ്പോൾ ഇൻഎഫിഷ്യൻ്റ് ആണോ എഫിഷ്യൻ്റ് ആണോ? ഇൻഎഫിഷ്യൻസിയാണ്. സോ ഓവർ ക്യാപിറ്റലൈസേഷൻ ഈസ് എ സൈൻ ഓഫ് ഇൻഎഫിഷ്യൻസി. അണ്ടർ ക്യാപിറ്റലൈസേഷൻ ഈസ് എ സൈൻ ഓഫ് എഫിഷ്യൻസി. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാപിറ്റലൈസേഷൻ ഓവർ ആകാം, അണ്ടർ ആകാം. ഇനി ക്യാപിറ്റൽ സ്ട്രക്ചർ ഹൈ ഗിയർ ആകാം, ലോ ഗിയർ ആകാം. ഇനി എന്താണ് ഹൈ ഗിയർ, ലോ ഗിയർ? നിങ്ങൾക്കറിയാം, വണ്ടി ഓടിക്കുന്നവർ നമ്മൾ ഹൈ ഗിയർ, പവർഫുൾ ഗിയർ ഏതാ? 2, 1ഉം 2ഉം അല്ലേ? നമ്മൾ മലകൾ കയറുമ്പോൾ നമ്മൾ 2ാമത്തെ ഗിയറിലിട്ടിട്ടാണ് പോകുന്നത്. ആ സ്ഥാനത്ത് നമ്മൾ നല്ല സർഫേസിൽ കൂടെ നല്ല NHലൂടെ ഒക്കെ ഓടുമ്പോൾ നമുക്ക് 5ാമത്തെ ഗിയറൊക്കെ ഇട്ട് ഓടാം. സുഖമായിട്ട് നമ്മൾ 5ാമത്തെ ഗിയറിലൊക്കെ ഓടും അല്ലേ? ഹൈ ഗിയർ അതാണ്. അപ്പോൾ ഹൈ ഗിയർ എന്ന് പറഞ്ഞാൽ പവർഫുൾ ഗിയർ എടുത്തിട്ട് പോകുന്നത് വണ്ടി എപ്പോഴാണ്? റിസ്കി ഏരിയയിലൂടെ പോകുന്ന പോലെ. എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഗിയറുമായിട്ടാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ എപ്പോഴാണ് ഹൈ ഗിയർ ആകുന്നതെന്ന് പറയാൻ പറ്റുമോ? അതായത് എപ്പോഴാണ് റിസ്ക് ആകുന്നത്? നമ്മൾ ബിസിനസ് നടത്തുമ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ റിസ്ക് കൂടുന്നത് എപ്പോഴാണ്? ബോറോഡ് ഫണ്ട് കൂടുതൽ ഉപയോഗിക്കുമ്പോഴാണ്. എന്തുകൊണ്ടാണ്? ബോറോഡ് അല്ലെങ്കിൽ ബോറോഡ് ഫണ്ട് തരുന്ന നമ്മുടെ ക്രെഡിറ്റേഴ്സിന് നമ്മൾ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ഇൻട്രസ്റ്റ് കൊടുക്കണം. നമ്മൾ പഠിച്ചു, ഇൻട്രസ്റ്റ് ഈസ് എ ഫിക്സഡ് ഒബ്ലിഗേഷൻ. അപ്പം ബോറോഡ് ഫണ്ട് കൂടുമ്പോൾ നമ്മുടെ വണ്ടി ഹൈ ഗിയറിട്ട് മലകൾ കയറുന്ന പോലെയുള്ള റിസ്കിലാണ് കമ്പനി ഓടുന്നത്.
കാരണം എന്തുകൊണ്ടാണ്? കമ്പനി ബോറോഡ് ഫണ്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ബോറോഡ് ക്യാപിറ്റലിസ്റ്റിന് നമ്മൾ എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം അല്ലേ? സോ മീൻസ് ക്രെഡിറ്റേഴ്സിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. ലാഭം ഇല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് കൊടുത്തേ പറ്റൂ. ഇറ്റ് ഈസ് എ ലീഗൽ ഒബ്ലിഗേഷൻ. അപ്പം ബോറോഡ് ഫണ്ടിൻ്റെ പ്രൊപ്പോർഷൻ കൂടുതലാണെങ്കിൽ അതിനാണ് എന്തെന്ന് വിളിക്കുക. ഇനി ബോറോഡ് ഫണ്ടിൻ്റെ പ്രൊപ്പോർഷൻ കുറവാണെങ്കിലോ നമുക്ക് ഒരു റിസ്ക്കും ഇല്ല. നമ്മൾ 5ാമത്തെ ഗിയറിലിട്ട് വണ്ടി സുഖമായിട്ട് ഓടിക്കുന്ന പോലെ നമ്മുടെ ബിസിനസ് നമുക്ക് സുഖമായിട്ട് റൺ ചെയ്യാം. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് ആരോടും ചോദിക്കാനും പറയാനും ഇല്ല. എൻ്റെ സ്വന്തം പൈസ, ഞാൻ നടത്തുന്ന ബിസിനസ്. പൊളിഞ്ഞാലും എനിക്ക്, പ്രോഫിറ്റ് ഏൺ ചെയ്താലും എനിക്ക് വേറെ ആരോടും എനിക്ക് ബാധ്യതയില്ല. കേട്ടോ, അതാണ് എൻ്റെ സ്വന്തം പൈസ. നമ്മൾ പറയാറില്ലേ, ഞാൻ ഇഷ്ടം പോലെ ചെയ്യും, നീ ആരോടാ ചോദിക്കാൻ? കാരണം എന്തുകൊണ്ടാണ്? എൻ്റെ പൈസയാണ്. ഇതിനാണ് ലോ ഗിയർ എന്ന് പറഞ്ഞാൽ ബോറോഡ് ഫണ്ട് തീരെ ഇല്ല. നമ്മൾ ബോറോഡ് ഫണ്ട് തീരെ ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ സ്വന്തം ഫണ്ട് കൊണ്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും നമുക്ക് ഒരു പ്രശ്നവുമില്ല. ആരോടും നമുക്ക് ബാധ്യതയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കണം എന്നുള്ളത് കമ്പൽസറി അല്ല. അവർക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ അവർക്ക് അവരുടെ ഡിവിഡൻഡ് കൊടുക്കണമെന്ന് ബാധ്യതയല്ല. ആ സ്ഥാനത്ത് നമുക്കറിയാം ബോറോഡ് ഫണ്ടാണ് നമ്മൾ ഉപയോഗിച്ചെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് 6 മാസം കൂടുമ്പോൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കെതിരെ അവർക്ക് കേസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഫണ്ട് തിരിച്ചൊക്കെ കൊടുക്കണം. ഇതിനാണ് ലോ ഗിയർ എന്ന് പറഞ്ഞത്. ക്ലിയർ ആയോ? സോ ഹൈ ഗിയർ എന്ന് പറഞ്ഞാൽ ബോറോഡ് ഫണ്ടിൻ്റെ പ്രൊപ്പോർഷൻ കൂടുതൽ, ലോ ഗിയർ എന്ന് പറഞ്ഞാൽ ബോറോഡ് ഫണ്ടിൻ്റെ പ്രൊപ്പോർഷൻ കുറവ്. ഓക്കെ, അടുത്തത് ക്യാപിറ്റലൈസേഷൻ ഈസ് മെയിൻലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഇന്റേണൽ റിക്വയർമെൻറ്റ്സ്. കമ്പനിയുടെ ഇന്റേണൽ റിക്വയർമെൻറ്റ്സ് നോക്കിയിട്ടാൽ അല്ലേ നമുക്ക് എത്ര രൂപേൻ്റെ ബിസിനസ് നടത്താൻ പറ്റും. നമുക്കതിനുള്ള നമ്മുടെ ഇന്റേണൽ ഫാക്ടേഴ്സൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എത്ര രൂപേൻ്റെ ബിസിനസ്സാണ് നടത്തുന്നത്, എത്ര രൂപ നമുക്ക് വേണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. അതാണ് ഇന്റേണൽ എന്ന് പറയുന്നത്. മറ്റേ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ്ഡ് ബൈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് സച്ച് ആസ് മാർക്കറ്റ് കണ്ടീഷൻ, ദെൻ സൈക്കോളജി, ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈക്കോളജി, ഗവൺമെൻറ് പോളിസീസ്. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ്, ഇപ്പോൾ നമ്മൾ ഈ ഷെയർ ഇഷ്യൂ ചെയ്യണോ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യണോ, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് മാർക്കറ്റ് നോക്കണം. ക്യാപിറ്റൽ മാർക്കറ്റൊക്കെ നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് നോക്കിയിട്ടാണ് ഇൻവെസ്റ്റേഴ്സ്, റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ഇൻവെസ്റ്റേഴ്സ് ഉള്ള ഒരു മാർക്കറ്റിൽ മാത്രമേ നമുക്ക് ഈക്വിറ്റി ഷെയർ വിൽക്കാൻ പറ്റത്തുള്ളൂ. അതാണ് കേരളത്തിൽ ആരും ഓണേഴ്സ് ആയിട്ട് വരുന്നില്ല. ന്യൂ ഓൺട്രപ്രണേഴ്സ്, ബിസിനസ് കമ്പനീസ് വരാത്തതിന് കാരണം എന്തുകൊണ്ടാണ്? കേരള പീപ്പിളിന് റിസ്ക് എടുക്കാൻ മടിയാണ്. അതുകൊണ്ട് അവർ ഈക്വിറ്റി ഷെയർ എടുത്തിട്ട് ബിസിനസ് ഒന്നും കമ്പനികൾ തുടങ്ങത്തില്ല. കാരണം അവർക്ക് ഇൻവെസ്റ്റേഴ്സിന് റിസ്ക് ഇടാൻ മടിയാണ്. പക്ഷെ നമുക്ക് നോർത്തേൺ സൈഡിലേക്കൊക്കെ പോയാൽ നമുക്ക് ഇഷ്ടംമാതിരി കമ്പനികൾ വരുന്നുണ്ട്, ഇഷ്ടംമാതിരി കമ്പനി. എന്തുകൊണ്ടാണ്? ഇൻവെസ്റ്റേഴ്സ് റിസ്ക് എടുക്കാൻ റെഡിയാണ്. അതാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ നോക്കിയിട്ട്, എക്സ്റ്റേണൽ മാർക്കറ്റ് കണ്ടീഷൻസ് നോക്കിയിട്ട് മാത്രമേ നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ.